ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ലാഗ് ആയതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒരുപാട് റീസൺസ് ഒന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അതിനൊരു മെയിൻ റീസൺ പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് കേട്ടോ വലിയൊരു കാര്യം. വീഡിയോ എടുക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും ഉള്ളൊരു ടൈമൊന്നും നമുക്കിപ്പോൾ കിട്ടുന്നില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ 2 ജോലിയൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ടും വീഡിയോ എടുക്കാനുള്ളൊരു സമയമില്ല. അതാണ് മെയിൻ കാര്യം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് അവസാനം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കാര്യം. ആക്ച്വലി നമ്മൾ ലവ് സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ട് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഇത്തിരി സമാധാനത്തിൽ നമുക്ക് ആ ഒരു സ്പേസും കാര്യങ്ങളും കിട്ടിയെങ്കിൽ മാത്രം പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി സമയം എടുത്തിട്ടായാലും കാര്യങ്ങളെല്ലാം പറയണ്ടേ. അപ്പൊ അതിനുള്ളൊരു ടൈമാണ് ശരിക്കും ഇത്രയും നാളായിട്ട് ഒരു ലാഗ് വന്നതിന്റെ കാരണം. ഇപ്പൊ നമ്മള് പിന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങി. അതെ, വിന്റർ ആയിരുന്നു ഇത്രയും നാള്. അപ്പൊ നമ്മളിപ്പോ പുറത്തോട്ടൊക്കെ ഇറങ്ങി. വിന്റർ ഒക്കെ മാറിയോണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് ആണ്. അടുത്ത വീഡിയോ എന്തായാലും പുറത്ത് വന്ന് എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഇപ്പൊ ഇവിടെ അടുത്തൊരു പാർക്കിലാണ്. ആക്ച്വലി നിങ്ങൾക്ക് തന്നെ കാണാൻ നല്ലൊരു പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ആയി. അപ്പോൾ എനിക്ക് നമുക്ക് പുറത്ത് തന്നെ വന്നിരുന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മള് ശരിക്കും വേറൊരു റീസൺ ഉണ്ട് കേട്ടോ വീഡിയോ എടുക്കാതെ. നമ്മൾ സർപ്രൈസ് ആയിട്ട് വെച്ചേക്കാണ് ഈ വീഡിയോയുടെ. ശരിക്കും പറഞ്ഞാൽ നമുക്കിത് പറയാൻ ഒരുപാട് ലോങ് ആയിട്ട് പോകും വീഡിയോ. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് നമ്മളിതിനെ 2 പാർട്ടായിട്ട് ഇടാം എന്നാണ് വിചാരിക്കുന്നത്. പാർട്ട് 2ഉം പാർട്ട് 3. ശരിക്കും ഞങ്ങൾ ആദ്യം വിചാരിച്ച 2 പാർട്ട് 2 വരെ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ ഇത് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അതുകൊണ്ട് നമ്മളത് 2 പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഓൾറെഡി നമ്മൾ പാർക്കിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ടിൽ ലാസ്റ്റ് അത് കാണാൻ പറ്റില്ല. തേർഡ് പാർട്ടിന് ലാസ്റ്റ് മിക്കവാറും അത് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പം നമ്മളുടെ ഈ വീഡിയോ എടുത്ത് അവസാനം ഞങ്ങൾ ആ സർപ്രൈസ് റിവീൽ ചെയ്യുന്നതായിരിക്കും. നാട്ടിൽ നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം അതും കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് ആ ഒരു ലാഗും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത്. നമുക്ക് അതിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണമായിരുന്നു. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി ഇങ്ങനെ പറഞ്ഞുള്ള സമയം കളയണ്ട. ലാസ്റ്റ് നമ്മൾ നമ്മുടെ ലവ് സ്റ്റോറിയുടെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് പറഞ്ഞു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി എന്നുള്ളതാണ്. 10th കഴിഞ്ഞിട്ട് അല്ലേ ധനു, നമ്മള് ഒരു ചെറിയൊരു ബ്രേക്കപ്പ് ആയിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ചെറിയൊരു ബ്രേക്കപ്പ് ആയിട്ട് രണ്ടുപേരും 2 വഴിക്കായിട്ട് തന്നെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഒരു 5 വർഷം കാണുകയോ സംസാരിക്കുകയോ ഒരു കോണ്ടാക്ട് ചെയ്യുകയൊന്നുമില്ല. സംഗീതയുടെ പഠിത്തം കാര്യങ്ങളും ഞാൻ എൻ്റെ പഠിത്തവും ജോലിയും എല്ലാം മിക്സായിട്ട് ഞാനും അതേണൊക്കെ എൻ്റെ നാട്ടിലല്ല, കൊല്ലത്തല്ലായിരുന്നു, ഞാൻ എറണാകുളത്തായിരുന്നു ജോലിയും പഠിത്തവും എല്ലാം ആയിട്ട്. അപ്പൊ ഞങ്ങൾ 5 വർഷം കാണാതിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചുമ്മാ തള്ളുകയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ആക്ച്വലി ശരിക്കും സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ 10th കഴിഞ്ഞു, ധനു +1 ആയിരുന്നു കേട്ടോ നമ്മൾ ആ സമയത്ത് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ 10th ആക്ച്വലി എനിക്ക് പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എനിക്കൊരു ഫോൺ ചെയ്യുന്ന, എനിക്ക് ഫോണും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വീട്ടിൽ ലാൻഡ് ഫോണിൽ നിന്നായിരുന്നു ധനുവായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. ധനുവിന് ഓൾറെഡി തന്നെ ഫോൺ ഉണ്ടായിരുന്നു. ബാക്കിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഡിസ്കസ് ത്രോ പോലത്തെ ഒരു ഗെയിം ഉണ്ട് കേട്ടോ പാർക്കിൽ ഫുള്ളായിട്ട്. അപ്പോൾ അവരത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ +1 കഴിഞ്ഞു. +1ന്റെ സമയത്താണ് ശരിക്കും ധനുവിനും ബ്രേക്കപ്പ് ആയി വരുന്നത്. അപ്പോൾ അതിനുശേഷം എൻ്റെ വീട്ടിൽ ഇതെനിക്ക് ഫോൺ വിളിക്കുന്നു. അത് അറിഞ്ഞു. അത് ഒരു മാസത്തെ ബില്ല് വന്നപ്പോഴത്തേക്കും 3000 5000 എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ചെറിയ പ്രശ്നം ഉണ്ടായി. അപ്പൊ എനിക്ക് പേടിയായി. ആദ്യമായിട്ടാണ് എന്റെ വീട്ടിൽ അങ്ങനെ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഞങ്ങള് തമ്മിൽ ചെറിയൊരു സംസാരമൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ ഈ ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു ടൈമിലോട്ട് എത്തുന്നത്. കാരണം ആ ഒരു പ്രായമാണ്. ഭയങ്കര പ്രായം 15-16 വയസ്സേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിനിടയ്ക്ക് തന്നെ എന്നോടൊരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചപ്പോൾ അത് ശരിക്കും അതിന് മുന്നേ തന്നെ നമ്മൾ വീട്ടിലൊക്കെ അറിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞില്ല നിർത്തിയതാണ്. പക്ഷെ വീട്ടിൽ തറഞ്ഞപ്പോഴത്തേക്കും ആക്ച്വലി അതൊരു എന്താ പറയാ, അതെനിക്കും കൂടെ ഭയങ്കര പേടിയാണ്. പിന്നെ എനിക്ക് റിലേഷൻ കണ്ടിന്യൂ ചെയ്യാനോ ഒരു പ്രേമത്തിലേക്ക് പിന്നെ പോകാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോകാൻ തോന്നിയിട്ടില്ല. അതാണ് മെയിൻ കാര്യം. പിന്നെ വേറൊരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീട്ടിൽ അറിഞ്ഞതിന് ശേഷം എനിക്ക് ധനുവിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. രീതിയിൽ നന്നായി നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ
ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒന്നും പ്രതീക്ഷിച്ച് ഇങ്ങനെ ഉണ്ടാകും ഒന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ ത്രൂ ഔട്ട് ഉണ്ടായത്. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ 5 കൊല്ലം കഴിഞ്ഞ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് നാട്ടിലോട്ടൊരു ഓണത്തിന്റെ നമ്മള് ശരിക്കും അതെ തിരുവോണ ദിവസമാണ് നാട്ടിലോട്ട് ഞാൻ വരുന്നത്. അപ്പം നാട്ടിൽ വന്ന് എൻ്റെ അമ്പലത്തിലോട്ട് സംഗീതയും ഒരേ കുടുംബ അമ്പലം തന്നെയാണ്. അപ്പൊ അവിടെ എറണാകുളത്ത് പറഞ്ഞല്ലോ, എറണാകുളത്താണ് ധനു 10th കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റഡീസും കാര്യങ്ങളും വർക്ക് എല്ലാം ആയിട്ട് ധനു എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്നും അമ്പലം ഇല്ലാഞ്ഞിട്ടാണ് നേരെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വന്നത്. കൊല്ലത്ത് വന്നിട്ടാണ് ധനു വണ്ടി പൂജിക്കുന്നത്. ആ ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മളിങ്ങനെ ഒരുമിച്ച് ഉണ്ടാകാൻ യാതൊരു ചാൻസും ഇല്ല. വീണ്ടും കണ്ടുമുട്ടുന്നത് ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ്. അമ്പലത്തിൽ വന്നു, അങ്ങനെ ഞങ്ങൾ കാണുന്നു. അപ്പം സംഗീതയ്ക്കും കുറെ മാറ്റങ്ങളുണ്ടായി, എനിക്കും കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം 5 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പം നമ്മളാകെ എല്ലാ രീതിയിലും നമ്മൾ മാറിയായിരുന്നു. അപ്പം ഞാൻ വലിയ മൈൻഡൊന്നും ചെയ്തില്ല. നമ്മളെ കണ്ട് മനസ്സിലായി സംഗീതയാണെന്ന് മനസ്സിലായി. സംഗീതയുടെ കൂടെ ബ്രദർ ഉണ്ടായിരുന്നു, എന്റെ ചേട്ടനുണ്ടായിരുന്നു. ഞാനും ചേട്ടനും കൂടെ ആയിരുന്നു അമ്പലത്തിൽ പോയത്. ധനുവിനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്ന് തന്നെ പറയാം. ധനുവിന്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇല്ല എനിക്ക് ആകെ ഞാനൊന്ന് ഇത് ധനു തന്നെ അല്ലേ. കാരണം എന്ന് വെച്ചാൽ ധനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളാകെ മാറിപ്പോയി, താടിയൊക്കെ വെച്ച് മീശയൊക്കെ വെച്ചിട്ട് ആള് കഴിഞ്ഞിട്ട് പിന്നെ വലുതായിട്ട് സംസാരിച്ചൊന്നുമില്ല അവിടെ വെച്ചിട്ട്. കാരണം കൂടെ ബ്രദറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ ഇഷ്യൂ ഒക്കെ ഉണ്ട്, മനസ്സിലുണ്ട്. കാരണം അന്ന് കണക്ക് പോയതല്ലേ എന്നുള്ള ഒരു മനസ്സിലുണ്ട്. അപ്പൊ വലിയ രീതിയിൽ സംസാരിച്ചൊന്നുമില്ല. ജസ്റ്റ് എന്താണ് വിശേഷം, എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു. ഞാനാണ് പോയി സംസാരിച്ചു ശരിക്കും പറഞ്ഞാൽ. ധനു വന്നിട്ടില്ല, ധനു എന്നോട് വേണ്ടിയിട്ടൊന്നുമില്ല. നമ്മള് 5 വർഷം കഴിഞ്ഞല്ലോ. അപ്പൊ നമ്മള് ശരിക്കും നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഒരു പ്രായമായി. പിന്നെ ഇങ്ങനെ ദേഷ്യം മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പൊ പിന്നെ നമ്മൾ ക്യാഷ്വലായിട്ട് പോയി ഞാൻ തന്നെ ധനുവിനോട് പോയി സംസാരിച്ചത്, എന്തൊക്കെയാ ചെയ്യുന്നത് ക്യാഷ്വലായിട്ട്. ഒരുപാട് നാള് കാണാതിരിക്കുന്ന ഫ്രണ്ട്സ് തമ്മിൽ കാണുമ്പോൾ എന്തൊക്കെയാ സംസാരിക്കുന്നത്, അതേപോലെ തന്നെ എന്താ ചെയ്യുന്നത്. കാരണം എനിക്ക് ധനുവിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പൊ കുറെ നാളായല്ലോ കണ്ടിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം നമ്മൾ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ പെട്ടെന്ന്, കാരണം അമ്പലത്തിൽ വെച്ച് സംസാരിച്ചു. സംഗീത വീട്ടിലോട്ട് പോയി. ഞാൻ അതേ കണക്ക് തന്നെ വണ്ടിയൊക്കെ പൂജിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പൂജയൊക്കെ കഴിഞ്ഞു. ഞാൻ വീട്ടിൽ പോയി ഓണമൊക്കെ ആഘോഷിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസം ഉണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ നിന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്കിനായിട്ട് തന്നെ ഞാൻ തിരിച്ച് എറണാകുളത്തോട്ട് പോയി. പക്ഷെ എറണാകുളത്ത് പോയിട്ട് എനിക്ക് എറണാകുളം ചെന്നിട്ട് ഞാൻ ആലോചിച്ചായിരുന്നു സംഗീതയ്ക്ക് ഒന്ന് മെസ്സേജ് അയച്ചാലോ എന്നുള്ള ഒരു ആലോചന എൻ്റെ മനസ്സിൽ വന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഫേസ്ബുക്കിലൊക്കെ, അപ്പം ഫേസ്ബുക്കാണ്, ഇൻസ്റ്റഗ്രാമില് വലിയ ആക്റ്റീവ് ഒന്നും അല്ല. വാട്സപ്പ് ഉണ്ട്, പക്ഷെ വലിയ ആക്റ്റീവ് ഒന്നും അല്ല. ഞങ്ങൾ വലിയ ആക്റ്റീവ് ഒന്നും. ഞാൻ ഫേസ്ബുക്കിലൊക്കെ ആയിരുന്നു അപ്പം ആക്റ്റീവ്. അപ്പം ജസ്റ്റ് ഫേസ്ബുക്കിലൊക്കെ ഒന്ന് പേരടിച്ച് സെർച്ച് ചെയ്ത് നോക്കി. ഞാനൊരു ഡിഗ്രി 3rd ഇയർ പഠിക്കുന്ന സമയത്ത്, 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ആയിരുന്നു കേട്ടോ അത്. അപ്പം ആക്ച്വലി എനിക്ക് ആ സമയത്ത് ഫോണുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ഒന്നും അല്ല. അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഞാനത് യൂസ് ചെയ്തൊന്നുമില്ല. FB ഉണ്ട്, പക്ഷെ സംസാരിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഫോട്ടോയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. പ്രൊഫൈൽ ഫോട്ടോ സെർച്ച് ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും കാണുന്നില്ല, പേരൊന്നും കാണുന്നില്ല. ഫോട്ടോ പേരുണ്ടെങ്കിൽ വേറെ ആൾക്കാരുടെ പേരാണെങ്കിലും അതിന് സംഗീതം നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പേര് ഫോട്ടോ ഒന്നുമില്ല. അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഇനിയിപ്പം പറ്റില്ല, കാരണം ഇനിയിപ്പോൾ എപ്പോൾ കാണാൻ പറ്റുമെന്നോ സംസാരിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് ഇനിയിപ്പം കാര്യമില്ല എന്നുള്ള കാര്യത്തിൽ ഞാനത് വിട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങോട്ടൊരു റിക്വസ്റ്റ് വന്നേക്കുന്നു. സംഗീത രാധാകൃഷ്ണൻ ഗീതാകുമാരി എന്ന ഫേസ്ബുക്കിലുള്ള റിക്വസ്റ്റ് വന്നു. അപ്പോഴത്തേക്ക് ഞാൻ നോക്കാൻ നേരത്ത് സംഗീതം ഇങ്ങോട്ട് റിക്വസ്റ്റ് ഇട്ടു. അടിപൊളി. ഞാൻ കൈതട്ടിയൊന്നും അല്ല, മനഃപൂർവ്വം ഇല്ല. ഞാനിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ FB ആക്റ്റീവ് അല്ല. അപ്പൊ ഞാൻ ഇതൊക്കെ നോക്കുന്നത്, FB നോക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഒരു സിസ്റ്റം ഉണ്ട് അതില്ല. അപ്പം നമ്മുടെ ഇങ്ങനെ ഫ്രണ്ട് റിക്വസ്റ്റിൽ വന്ന് കിടക്കുമ്പോൾ സജഷൻ വന്ന് കിടക്കുമല്ലോ, അങ്ങനെ തന്നെ പേര് ഇങ്ങനെ വന്നു. ഊഹിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ റിക്വസ്റ്റ് ആയിട്ട് ഞങ്ങള് അപ്പം പിന്നെ എനിക്ക് സംസാരിക്കാം, എന്താണ് വലിയ ജാടയൊക്കെ ഇട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ള. അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും ഇത്രയും കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ ഒരു വട്ടം കണ്ടു, ഓണത്തിന് കണ്ടു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചു, റിക്വസ്റ്റ് അയച്ചു, മെസ്സേജ് അയച്ചു. അപ്പോഴാണ് ഞങ്ങളിങ്ങനെ സംസാരിച്ച് തുടങ്ങുന്നതന്നെ. ഈ 5 വർഷത്തെ ഒരു ഗ്യാപ്പിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങള് ഞങ്ങൾ ആദ്യം തൊട്ട് സംസാരിച്ച് തുടങ്ങുന്ന അപ്പോഴാണ്. വീണ്ടും ഞങ്ങളൊരു
ഒരു റിയൂണിയൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വീണ്ടും നമ്മൾ അടുത്തു. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമുക്ക് ഫസ്റ്റ് ഉണ്ടായ ഒരു സംഭവമാണ്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഇതൊരിക്കലും ഞാൻ പ്രീ പ്ലാൻഡ് ആയിട്ട് സംഭവിച്ചതോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിധിയിൽ നന്നായി വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു ദൈവം തന്നെ ആയിരിക്കും ഞങ്ങളെ വീണ്ടും കൂട്ടിമുട്ടിച്ചത്. ഞങ്ങൾ ഇപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ അമ്പലത്തിൽ വരാനും വന്ന് വീണ്ടും കാണാനും. അല്ലെങ്കിൽ പിന്നെ യൂഷ്വലി കാണാൻ അങ്ങനെ ഞാൻ നാട്ടിലോട്ട് എപ്പോഴെങ്കിലും വരും. ഞാൻ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ നാട്ടിൽ വരും. ഞാൻ വന്നാലും അധികം ദിവസവും നിൽക്കില്ല. 1-2 ദിവസമൊക്കെ നിൽക്കും. അത് കണക്കെ ഞാൻ തിരിച്ചു പോകും. കാരണം അവിടെയാണ് എനിക്ക് കൂടുതൽ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാം കൂടുതലായിട്ട് എനിക്കുള്ളത് അവിടെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ പോകും. അത് കഴിഞ്ഞ് ഞങ്ങൾ മെസ്സേജ് അയക്കാൻ തുടങ്ങി. വിളിക്കത്തൊന്നുമില്ല, ജസ്റ്റ് ഫേസ്ബുക്ക് തന്നെയാണ് മെസ്സേജ് അയക്കും. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കാരണം ഞാനന്ന് ബ്രേക്കപ്പ് ആയി പോയിട്ട് എന്താണ് സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. അപ്പം അതിനെക്കുറിച്ചൊക്കെ സംഗീത പറഞ്ഞു. ഇങ്ങനെ കുറച്ച് വീട്ടിലായിരുന്നല്ലോ ഇഷ്യൂസ് ഉണ്ടായത്. ധനുവിന് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അത് ഈ പറയുന്ന ആ പ്രായത്തിൽ ഇവർക്കൊക്കെ ഉണ്ടാവുന്ന പോലെ ടൈം പാസ് പോലെയായിരുന്നു അത്. ആക്ച്വലി ധനുവിന് അത്ര ഉണ്ടായുള്ളൂ. പക്ഷെ എനിക്കാണ് അത് കൂടുതലും ബാധിച്ചത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടായി. ഈ ഒരു റിലേഷൻ കൊണ്ട് തന്നെയാണെന്ന് ഞാൻ പറയും. 10th എനിക്ക് കുറച്ച് മാർക്ക് കുറവായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൂടെ ആയപ്പോഴത്തേക്കാണ് എന്റെ വീട്ടിൽ കുറച്ചുകൂടി സമയത്ത് വന്നിട്ട് അപ്പൊ 10th മാർക്ക് കൂടെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് പറഞ്ഞു. ഞാനപ്പോ പറഞ്ഞു എനിക്ക് ഇതൊന്നും അറിയില്ല. കാരണം പിന്നെ അതിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്കതിനെ കുറിച്ചിട്ടൊന്നും അറിഞ്ഞുകൂടാ. ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായ സംഗീതയ്ക്ക് അതിന്റെ പേരിൽ കുറച്ച് നല്ല രീതിയിൽ പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അതിനെ സോറിയൊക്കെ പറഞ്ഞു. കാരണം ഞാൻ കാരണമാണ് അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിനുശേഷം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു. അത് വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടാ. അതിനുശേഷം അങ്ങനെ ഞാനും വീട്ടിലൊന്നും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ വിചാരിക്കുന്നത് ചെയ്യണ്ട. അതിന് മുന്നേ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. 10th ഇതേപോലെ പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഞാൻ എന്റെ എല്ലായിടത്തും നടക്കുന്ന ഈ ലൈൻ അടിക്കുമ്പോ എല്ലായിടത്തും നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമുക്കപ്പം ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളെ മനസ്സിലുണ്ടാവുന്നത്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു തുടങ്ങി. ഞങ്ങളൊരു ഇഷ്ടം എന്നുള്ള രീതിയിലൊന്നും അല്ല ഞങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾ ഒരിക്കലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രപ്പോസലും കാര്യങ്ങളും ഒന്നും സംസാരിക്കണം. അപ്പം മനസ്സ് തുറന്ന് നമ്മൾ സംസാരിച്ചു. കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് കാരണം വേറെയും കൂടെ ഉണ്ട്. എനിക്ക് അങ്ങനെ ബോയ്സ് ഫ്രണ്ട്സ് ആയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഉണ്ട് നമ്മള് ഹൈ ബൈ ബന്ധം അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മള് ഭയങ്കരമായിട്ട് എനിക്ക് കൂടുതലും ഗേൾസ് തന്നെ ആയിരുന്നു നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്താണ് ധനു വരുന്നതും ധനുവിന്റെ കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറഞ്ഞത്. ആദ്യമായിട്ടാണ് എന്നോട് ഇത് കാണുന്നവരെല്ലാരും ഇപ്പൊ പറയൂ ഇതാണ് പ്രശ്നം മന്നവളെ മയക്കി കൊണ്ടുപോയത്. അങ്ങനെയും പറയാം. എല്ലാരും അങ്ങനൊന്നും അല്ല. ഇത് ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അത്രമാത്രമുള്ള ഇതിനകത്ത് ഉണ്ടായിരുന്നത്. കാരണം ശരിക്കും പറഞ്ഞ എറണാകുളത്ത് 5 വർഷത്താണെങ്കിൽ ധനുവിന് കുറെ ക്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മള് ഒരു പക്ഷേ ഇനി ആ പെൺപിള്ളേരുടെ അടുത്ത് എല്ലാം ഇങ്ങനെയൊക്കെ പറഞ്ഞു നമ്മളങ്ങനെ ആരടുത്തും നമ്മൾക്ക് ഇഷ്ടം തോന്നാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് ഇഷ്ടം പോയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പോയത് രക്ഷോട്ട്. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു ഇങ്ങോട്ട് വന്നവരാണ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഈ എന്റെ സിറ്റുവേഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ എന്നെ പ്രേമിക്കണമെന്നൊന്നല്ല പറഞ്ഞത്. എനിക്കുണ്ടായ അവസ്ഥകളൊക്കെ കാരണം ഞാൻ എന്റെ കാര്യം പറഞ്ഞു. കാരണം എനിക്ക് കുറച്ച് ബാധ്യത എന്റെ വീട്ടിലുണ്ടായ ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ പേരിൽ എനിക്ക് ജോലിക്ക് ആ ഒരു ടൈമിൽ ജോലിക്ക് പോകേണ്ട വന്നു കഴിഞ്ഞു. ഞാൻ എന്റെ 10th കഴിഞ്ഞിട്ടും എന്റെ വെക്കേഷൻ ടൈമിലൊക്കെ ഞാൻ ജോലിക്ക് വേണ്ട ബോയ്സും അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓൾറെഡി അങ്ങനെ ബോയ്സ് അങ്ങനെ ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ട് എല്ലാ ബോയ്സും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത് കൂടുതലും ഒക്കെ അറിയുന്നത് ധനുവിന്റെ അടുത്തുനിന്ന്. അപ്പൊ എനിക്ക് ധനുവിന് കുറച്ചും കൂടി എനിക്ക് ആ ഒരു മെയിൻ കാരണമാണ് എനിക്ക് ധനുവായിട്ട് ധനുവിനെ സ്ട്രൈക്ക് ചെയ്യുന്നത്. കാരണം എന്നെക്കാട്ടി മുമ്പേ ഇതൊക്കെ ആരെങ്കിലും വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ അവരെ കൂടെ ഇരുന്ന് സംസാരിച്ചാണ് സംഗീത. എന്തോന്നു പറയുന്നത്. അപ്പൊ ഞാനാ വന്നത്. ഭാഗ്യം എനിക്കാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു. സംഗീത കാര്യം പറഞ്ഞു. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇഷ്ടം ഉണ്ടായതെന്ന് പറയുന്നത് ആ ഒരു ട്രാക്കിലാണ്.
ഞങ്ങളൊരു ചെറിയ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. ശരിക്കും അവിടുന്ന് നമ്മൾ അടുക്കാറുണ്ട്. നമ്മൾ സംസാരിച്ചു, ആദ്യം ഫ്രണ്ട്സിൽ നിന്നാണ് നമ്മൾ ശരിക്കും നമ്മൾ ലവേഴ്സായി മാറുന്നത്. ഒരിക്കലും ഞാൻ പറഞ്ഞു നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഓപ്പണായിട്ട് സംസാരിച്ചപ്പം ഈ ആൾ കൊള്ളാലോ, നമുക്ക് നമ്മൾ ലൈഫ് പാർട്ട്ണർ, ആ ഒരു പ്രായത്തിലൊക്കെ തന്നെ നമുക്ക് ലൈഫ് പാർട്ട്ണറിനെ പറ്റി നമുക്ക് കുറേ കൺസെപ്റ്റ് ഉണ്ടാവും. ആ കോൺസെപ്റ്റൊക്കെ നമുക്ക് ഒരാളുടെ അടുത്ത് നിന്ന് നമുക്കത് കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ അങ്ങോട്ടേക്ക് ഒരു ചായവ് നമുക്കുണ്ടാവും. അതാണ് ശരിക്കും സംഭവിച്ചത്. അപ്പൊ അങ്ങനെ ഞങ്ങള് തുടക്കം അങ്ങനെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ഇഷ്ടത്തിൽ തന്നെയാണ് ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോയത്. പിന്നെ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എനിക്കൊരു റീസൺ, കൂടുതലായിട്ട് റീസൺ ഉണ്ട്. എൻ്റെ വീട്ടുകാരെ കാണണം, പിന്നെ അതിൻ്റെ കൂടെ തന്നെ സംഗീതയും കാണണം. അത് എനിക്കൊരു റീസണായി. അപ്പോൾ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് സംഗീതം കാണാൻ ശ്രമിക്കും, സംഗീതം കാണും, കണ്ട് സംസാരിക്കും. അങ്ങനെ ഞങ്ങൾ കൂടുതലായിട്ട് ഞങ്ങൾ അടുത്തായിരുന്നു. പിന്നെ ഞാൻ PSC ഒക്കെ പഠിക്കുന്നത്, ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് PSC പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ കൂടുതലായിട്ട് കല്യാണാലോചന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് എൻ്റെ വീട്ടിൽ പറയണമായിരുന്നു, കാരണം എനിക്കിങ്ങനെ ഒരാളെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ അത്ര അടുത്തു. ഞാനിത് വീട്ടിൽ പറയുമ്പോഴത്തേക്കും തന്നെ നമ്മൾ മനസ്സുകൊണ്ട് നല്ല രീതിയിൽ അടുത്തിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്നു പറഞ്ഞു, അത്രയും നമ്മൾ അടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വിട്ടുമാറാൻ പറ്റാത്ത രീതിയിലൊക്കെ അടുത്തു എന്നൊക്കെ പറയില്ല, കറക്റ്റ് അതേപോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ PSC പഠിക്കുന്ന സമയത്ത് വീട്ടിൽ കല്യാണാലോചന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പറയാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞാൻ ആക്ച്വലി പറയുന്നത് എൻ്റെ ചേട്ടൻ്റെ അടുത്താണ്. അല്ല, അത് എൻ്റെ അടുത്ത് സംഗീത പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെനക്ക് കല്യാണത്തിൻ്റെ ആലോചനയൊക്കെ ഉണ്ട്, അപ്പോൾ എനിക്കെന്തായാലും പറയണം. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പറയണം, കാരണം വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെ മതി നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ. കാരണം ആദ്യമേ നമ്മൾ അറിയണം, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടുകാർ കാര്യങ്ങൾ അറിയേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഇതിനകത്തൊരു ബന്ധമില്ലാതായി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, സംഗീത പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് സംഗീത. അച്ഛൻ്റെ അടുത്ത് ഞാൻ പറയാം, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഇത് സമ്മതിക്കും, 100% സമ്മതിക്കും. കാരണം എനിക്ക് അത്ര വിശ്വാസമാണ്, അച്ഛൻ അതേ കണക്കാണ്. കാരണം സംഗീതയ്ക്ക് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് എന്നെ വിശ്വാസമായിരുന്നു സംഗീതയ്ക്ക്. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ സംഗീതയുടെ അച്ഛന് കൂട്ടായിരുന്നു. പിന്നെ സംഗീതയുടെ അച്ഛനും ഇതേ കണക്ക് തന്നെയാണ്, നല്ലൊരു ഓപ്പൺ മൈൻഡാണ്. പുള്ളി ഒരുപാട് അധ്വാനിച്ച് ഇവരെല്ലാം കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും ഉയർത്തിക്കൊണ്ട് വന്നതാണ്. ഇപ്പോഴും അധ്വാനിക്കുന്നുണ്ട്. അപ്പം അതേ കണക്കുള്ള ഒരു മനുഷ്യന് കുറെ കാര്യങ്ങൾ അറിയാം. എന്റെ ചേട്ടനും എന്റെ അച്ഛനും ഒക്കെ ഉള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. ഞാൻ കുഞ്ഞിലെ കണ്ടുവരുന്ന ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ധനു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ആമ്പിള്ളേരെ കാണാത്ത ആളൊന്നും അല്ല. പക്ഷേ എനിക്ക് ഒരാളുടെ അടുത്ത് ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അപ്പം ഞാൻ വളർന്നു വന്ന സാഹചര്യമായിട്ട് മാച്ച് ആകുന്ന ഒരാള് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ കുറച്ചും കൂടെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്കൊന്ന് കണക്ട് ആകാൻ പറ്റിയത് ധനുവിന്റെ അടുത്ത് മാത്രമാണ്. വേറെ അല്ല, ഇങ്ങനെ സംസാരിക്കുന്ന കേസ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും സംസാരിക്കാം. അപ്പം സംഗീത പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം, അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നതിന് മുമ്പ് ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കാം, സംഗീതയുടെ ബ്രദറിൻ്റെ അടുത്ത് സംസാരിക്കാം. ഞാൻ പറയും ഓക്കെ, എനിക്ക് എന്തായാലും എനിക്ക് ഓക്കെയാണ്. കാരണം ആരടുത്ത് സംസാരിച്ചാലും അവരെന്തോ പറയുന്നത് നമ്മൾ ആദ്യം അതാണ് കേൾക്കുന്നത്, നമ്മൾ അവരുടെ ഭാഗവും നമ്മൾ കേൾക്കണം. അച്ഛൻ ഡ്യൂട്ടിയിൽ, അച്ഛൻ പുറത്തായിരുന്നു ആ സമയത്തൊക്കെ. അപ്പൊ അച്ഛൻ ഇപ്പോഴൊന്നും കിട്ടില്ല. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുക. ചേട്ടൻ ആ സമയത്ത് കോഴിക്കോടാണ്. ചേട്ടൻ ഇതേപോലെ തന്നെ പോലെ +2 ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റഡീസും വർക്കും കാര്യങ്ങളും ഒക്കെ കോഴിക്കോടെന്നാണ് ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കുന്ന പോലും. അപ്പോ എനിക്ക് ചേട്ടനെ കാണാൻ പറ്റുന്നത് വീക്കെൻഡിലാണ്. അപ്പോൾ ഞാൻ ഫോണിൽ ഞാൻ സംസാരിച്ചു. ഞാൻ PSC കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ ചേട്ടാ, എനിക്ക് അമ്മയുടെ മുമ്പിൽ പറയാൻ പറ്റില്ല, കാരണം അമ്മയ്ക്ക് പണ്ട് മുതലേ പ്രേമത്തിനോട് ഇഷ്ടമല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പം ഞാൻ ഒരിക്കലും എനിക്ക് അമ്മയെടുത്തത് ഡയറക്റ്റ് പോയി പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടന് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചേട്ടനോട് സംസാരിച്ചു, ചേട്ടാ ഇങ്ങനെയാണ്, ഇതാണ് കാര്യം. അപ്പം പഴയ ആളാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവരൊക്കെ ശരിക്കും ഞെട്ടുകയാണ് ഉണ്ടായത്. കാരണം ഈ ആള് തന്നെ വീണ്ടും വന്നോ എന്തായി അല്ലേ. അതെ, അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടില് അണ്ണൻ ചേട്ടന്റെ ചേട്ടൻ അമ്മയടുത്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല, പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനുശേഷം എന്റെ അമ്മ കുറച്ചും കൂടി എന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു, എന്റെ ചേട്ടനോട് ഞാൻ റിവീൽ ചെയ്തതിന് ശേഷം അമ്മ കുറച്ചും കൂടി എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി.
ഞാൻ പറയും അന്നോട്, ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ആ സമയത്ത് കോഴിക്കോട്, അപ്പൊ വീക്കെൻഡ് ആകുമ്പോൾ ചേട്ടൻ വാ, നമുക്ക് എന്നിട്ട് നേരിട്ട് അമ്മയടുത്തൊക്കെ പറയാം, അമ്മ ത്രൂ നമുക്ക് അച്ഛനോടും പറയാം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്റെ ചേട്ടൻ ഇടയ്ക്ക് പണി പറ്റിച്ചോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിന് ശേഷം അമ്മ കുറച്ചും കൂടി എന്നെ വാച്ച് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ ഫോൺ ചെയ്യുന്നതായാലും ഞാൻ ഫോണിൽ മെസ്സേജ് ചെയ്യുന്നതായാലും എല്ലാം കുറച്ച് അങ്ങനെ ഞങ്ങൾ ഇത്ര 5 വർഷങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു തുടക്കമുണ്ടായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്നാണ് നമ്മൾ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇവിടുന്നാണ് നമുക്ക്. കാരണം ഇതുവരെ കുഴപ്പമില്ലാതെ ഞങ്ങള് സംസാരിച്ചു പോയതേ ഉള്ളൂ. അറിഞ്ഞതിന് ശേഷമാണ് വീണ്ടും കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടുന്ന് ഉണ്ടാകും. അപ്പോഴും എന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എന്റെ വീട്ടിൽ നിന്നോ ഒന്നും ഒരു പ്രശ്നമില്ല. കാരണം എന്റെ വീട്ടിൽ ഞാൻ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതെനിക്ക് സംഗീതം തന്നെ വീണ്ടും ഓക്കെ. കാരണം അവർക്ക് അതിനെ കുറിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് എന്റെ ഇഷ്ടമാണ്, ഞാൻ നല്ലതാണ് ചൂസ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. വീണ്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പൊട്ടി തുടങ്ങിയത് സംഗീതയുടെ വീട്ടിൽ നിന്നാണ്, എന്റെ വീട്ടിലാണ്. കാരണം എന്റെ വീട്ടിൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒട്ടും അക്സെപ്റ്റ്. കാരണം അതിന് കുറെ കാര്യങ്ങളുണ്ട്. അതിലൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഉള്ള ഒരു ഡിഫറൻസ് തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പറയുന്ന പോലെ അവർക്ക് അവരുടെ മകളെ കല്യാണം കഴിച്ച് വിടേണ്ട വീടെന്ന് പറയുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറിലേക്ക് വിടണം. അത് ഏതൊരു അച്ഛനമ്മയായാലും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. പക്ഷേ വീണ്ടും ഞാൻ ഇതേപോലെ ഒരു റിലേഷനിലേക്കാണ് പോയത്, അല്ലെങ്കിൽ ആ സെയിം ആളെടുത്ത് തന്നെ പോയി എന്ന് അറിയുമ്പോഴത്തേക്കും വീട്ടിൽ ശരിക്കും ഷോക്കായി. അതിപ്പോ അവരെ കുറ്റം പറയുന്നതല്ല, ഞാൻ കുറ്റം പറയുന്നില്ല, അത് അവരങ്ങനെയാണ്. അത് ആരായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ മോളായാലും മോനെയായാലും നല്ല രീതിയിൽ തന്നെ കല്യാണം കഴിച്ച് വിടണം, അവര് നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒരു തോട്ടിലാണ് ഇവർ ഈ പറയുന്നതല്ല. പക്ഷേ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുക, അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കുക, അല്ലെങ്കിൽ ആളെ വിളിച്ച് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും എന്താന്ന് നോക്ക്. അങ്ങനെ മ്യൂച്വലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ച ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വീട്ടിൽ പറയുമ്പോഴത്തേക്കും ഞങ്ങൾ അത്രയ്ക്കും അടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരിക്കലും തന്നെ പിന്നെ മറക്കാൻ വെച്ചാൽ നമ്മള് മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് എന്റെ എന്താ ഇഷ്ടം, ഒരുപക്ഷെ എന്റെ വീട്ടില് അറിയണ്ടാവില്ല എന്റെ എല്ലാ ഇഷ്ടം. അല്ല, അതിന് എന്താണ് ഇഷ്യൂസ്? ഇപ്പൊ അവർക്ക് കാണുവാണെങ്കിൽ അവർക്കത് മനസ്സിലാവാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗീതയ്ക്ക് ഈ പ്രശ്നം തുടങ്ങിയപ്പോൾ കുറെ കാര്യങ്ങളൊന്നും വീട്ടില് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് എൻ്റെ അടുത്താണ്. ആരെടുത്തും സംസാരിക്കാൻ പറ്റാത്ത, വീട്ടിൽ ആരെടുത്തും സംസാരിക്കാൻ പറ്റാത്ത. കാരണം നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പോഴത്തുള്ള ആരായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും വീട്ടിൽ സംസാരിക്കാൻ അവർക്ക് അവസരങ്ങൾ കൊടുത്താൽ മാത്രമേ. ഇത് അവസരങ്ങൾ കിട്ടാത്തൊന്നുമില്ല. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ അമ്മയാണ് കൂടുതലും. ഞാൻ എന്റെ അമ്മയെ മാത്രമേ വീട്ടിലുണ്ടാവാറുള്ളൂ. എനിക്ക് എന്റെ ചേട്ടൻ ഉണ്ടെങ്കിലും ചേട്ടനോട് എനിക്ക് സംസാരിക്കാനുള്ള ഒരു, കാരണം ചേട്ടന്റെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. ഞാൻ വിളിക്കുമ്പോഴായാലും തിരക്കാണ്, അത് അതിൻ്റെതായിട്ടുള്ള കാര്യമാണ്. എന്ന് വിളിക്കുന്നത് ഞങ്ങൾ കൊല്ലത്തങ്ങനെയായിട്ട് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ പുള്ളിയുടേതായിട്ടുള്ള തിരക്കില് പൊക്കോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഒരു പക്ഷെ എന്റെ കാര്യം പറയാൻ വിളിച്ചു കഴിഞ്ഞാലൊന്നും ഒരു പക്ഷെ അണ്ണനെ പറ്റുണ്ടാവില്ല എന്നെ വിളിക്കാനൊന്നും. അതേപോലെ എന്റെ അമ്മയടുത്ത് എനിക്കത് പറയാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് അയ്യോ പ്രേമം എന്ന് പറയുന്നത് എന്തോ വലിയ ഒരു തെറ്റാണ്. കുറെ മാറ്റങ്ങളുണ്ടായി, നമ്മളെ വളർന്നു, അവരും മാറ്റങ്ങളുണ്ടായി. അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്റെ അമ്മയടുത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണ്, എന്റെ ഇഷ്ടം ഇതാണ്, എനിക്ക് ഇതുകൊണ്ടാണ് ഇഷ്ടം എന്നൊന്നും എനിക്ക് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അതിനെ എതിർത്താണ് ഒരുപക്ഷെ അവർ നിൽക്കുള്ളൂ. അതിന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞ് അതവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. അതിപ്പോ എന്റെ വീട്ടിലല്ല, ഞാൻ ആരും ഇത് ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നതല്ല. ഇത് കുറ്റമല്ല, ചില കാര്യങ്ങള് അവർ ഇപ്പോഴും അറിഞ്ഞുകൂടാത്തവരുണ്ട്. അപ്പം അവരിത് മനസ്സിലാക്കണം എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും ഞാൻ എപ്പോഴും സംഗീതയുടെ അടുത്ത് പറയും, സംഗീതയുടെ അച്ഛനെ എനിക്ക് ഭയങ്കര കാര്യമാണ്. കാരണം പുള്ളി എന്ന് പറയുന്നത് പുള്ളിയുടെ പണ്ട് തൊട്ടേ പുള്ളി ഒറ്റയ്ക്ക് പോയി ജോലി ചെയ്ത് സമ്പാദിച്ച് എല്ലാം ഉണ്ടാക്കിയ ആളാണ്. കാരണം എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കാര്യമാണ്. പുള്ളിയും ഇതേണക്ക് തന്നെ ലോകം ഒരുപാട് കണ്ടതാണ്, ഒരുപാട് പേരായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരെ അറിയാം. അപ്പം കുറച്ചും കൂടെ ഒക്കെ കാര്യങ്ങൾ പുള്ളിക്ക് അറിയാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്റെ വീട്ടില് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണ് കല്യാണം കഴിക്കണമെങ്കിൽ നീ അങ്ങനെ തന്നെ ചെയ്താൽ മതി, അതാണ് നിന്റെ ഇഷ്ടം, അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത്രയും കോൺഫിഡൻസിൽ ഞാൻ പറയുന്നത്, അച്ഛൻ എനിക്ക് ഇങ്ങനെ ഒരാളെ ഇഷ്ടമാണ് എന്നുള്ളത് ഞാൻ പറയുന്നത്. പക്ഷേ ഒരിക്കലും ഞാൻ പ്രതീക്ഷ പോലെ ആയിരുന്നില്ല അവിടുന്ന് ഒന്നും റിപ്ലൈയും കാര്യങ്ങളും ഒന്നും. അത് ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം അതാ ഞാനായാലും എന്റെ കുട്ടികളായാലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് മാക്സിമം ഞാൻ സംഗീതമായിട്ടുള്ള റിലേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അവര് മാക്സിമം ഒരുപാട് ശ്രമിച്ചു. അതിന്റെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇങ്ങനെ ചേട്ടന്റെ അടുത്ത് പറഞ്ഞു, അപ്പം ചേട്ടൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മയപ്പം സംഗീത വീണ്ടും
എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ടൈറ്റ് ആക്കാൻ തുടങ്ങി. അത്രയും നാള് കുറച്ചും കൂടി എനിക്ക് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റാതായി. അപ്പൊ അതെനിക്ക് കുറച്ചും കൂടി ഇതിലേക്ക് പോകാനുള്ള ഒരു അവസരമായിട്ട് കൊടുത്തതേ ഉള്ളൂ. അതെ, അപ്പം എന്റെ അടുത്ത് സംസാരിക്കാനും എന്നെ കാണാനും കണ്ട് സംസാരിക്കാനും കാര്യങ്ങളെല്ലാം പറയാനും എല്ലാം സംഗീതയ്ക്ക് ആഗ്രഹങ്ങളുണ്ട്. കാരണം വേറെ ആരും പറയാൻ പറ്റുന്നില്ല. അതാണ് അവിടെ സിറ്റുവേഷൻ ഉണ്ടായത്. ഇവരെല്ലാം കൂടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ പുറത്ത് പോകാനേ തോന്നത്തുള്ളൂ. അതിപ്പോ ആരായാലും അങ്ങനെ തന്നെയാണ്. അതെ, ഏതൊരു കുട്ടി ഇത് കണ്ടോണ്ടിരിക്കുന്ന ആരായാലും ഇത് ഒരിക്കലും ഞാൻ ഒരു പ്രേമം എന്ന് പറയുന്നത് ഒരു തെറ്റൊന്നും അല്ല, ഒരിക്കലും തെറ്റല്ല. പക്ഷെ ഇങ്ങനെ പോകുന്നത് പ്രോത്സാഹിപ്പിക്കുകയൊന്നും അല്ല. പക്ഷെ ഇത് കണ്ടോണ്ടിരിക്കുന്ന പാരന്റ്സ് ആയാലും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരോട് എന്തുകൊണ്ടാണ് അങ്ങനെ, ഒരുപക്ഷെ അവർക്ക് അത്രയ്ക്കും അവർ അതിനകത്തേക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും ആ പുള്ളിയോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പുള്ളിയോടുള്ള ജീവിതം നല്ലതായിരിക്കും എന്ന് ചിന്തിച്ചത് കൊണ്ട് മാത്രമായിരിക്കും ആ കുട്ടി അങ്ങനെ അത്രയും അതിലേക്ക് പോകണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവര് ഒരുപാട് പൊതിഞ്ഞു വെക്കാതെ കുറച്ച് വീണ്ടും അവര് ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ടൈറ്റ് ആക്കുന്നതിനനുസരിച്ച് അവര് വീണ്ടും വീണ്ടും പോകാനായിട്ടുള്ള ചാൻസ് കൊടുത്തതേ ഉള്ളൂ. പ്രശ്നങ്ങൾ ഇങ്ങനെ തുടങ്ങി വന്ന് പിന്നെ സംഗീതയുടെ അച്ഛനും അച്ഛൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി. അപ്പൊ അച്ഛൻ സംഗീതയുടെ അടുത്ത് വിളിച്ച് സംസാരിച്ചു. ഇങ്ങനെയൊക്കെയാണ് മാറുകയാണ്, നമ്മളുടെ ഇഷ്ടമൊക്കെ മാറി ദേഷ്യത്തോട് പോവുകയാണ് കുറെ നാള്. അവസാനം ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ അറിയും ഞാൻ. അപ്പൊ ഇല്ല എന്ന് പറയും. അല്ല, അപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സംഗീത അടുത്ത്, എന്താണ് ഇപ്പൊ പറയാ, അവരെ ഒരിക്കലും വെറുപ്പിക്കണ്ട. കാരണം അവരെ വെറുപ്പിച്ചുകൊണ്ട് ഇപ്പൊ വന്നോണ്ട് ഇപ്പൊ നമുക്കൊന്നുമില്ല. അപ്പം അവരുടെ അടുത്ത് ഒന്നും കൂടെ നമുക്ക് ആലോചിക്കാം. ഇപ്പൊ ഞാൻ വന്ന് കണ്ട് സംസാരിക്കണോ, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കണോ, ചേട്ടൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കണോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഞാൻ എന്റെ ചേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊരു പെൺകുട്ടിക്കും അവളുടെ ചേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്നെക്കാട്ടി ഒരു 8 വയസ്സിന് മുതിർന്നൊരു ആളാണ്. അപ്പൊ തീർച്ചയായിട്ടും ചേട്ടന് കുറച്ചും കൂടി എന്റെ കാര്യത്തിൽ കെയർ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഒരുപാട് വട്ടം എന്റെ ചേട്ടനോട് പറഞ്ഞിരുന്നു, ചേട്ടാ ഇങ്ങനെയാണ് കാര്യം, അല്ലെങ്കിൽ എനിക്ക് ധനീഷിനോടുള്ള ഇഷ്ടം എന്താന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ഞാൻ എന്റെ ഭാഗം കേട്ടു, എന്റെ ഭാഗം കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആളുടെ ഭാഗത്തുനിന്നും കൂടി ചേട്ടനൊന്ന് മീഡിയേറ്റർ ആയിട്ട് നിന്ന് കേക്ക്. കാരണം ആരായാലും ഏതൊരു അനീതി ആയാലും ചേട്ടനോട് അത്രയും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായതുകൊണ്ടാണ് ആദ്യം ഞാൻ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യം പോലും എന്റെ ചേട്ടനോട് പറയുന്നത്. പക്ഷെ അവിടെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ ആവണമെന്നൊന്നും അല്ലേ പറയുന്നത്. ഒന്ന് സംസാരിക്കാറുണ്ട്. എന്തായാലും അത് പോയി, അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മാത്രമല്ല ഇപ്പൊ അങ്ങനെ ഞാൻ ചേട്ടൻ കുറ്റം പറഞ്ഞല്ല. ആ സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായ ഒരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ധനു പിന്നെ എറണാകുളത്ത് നിന്ന് കൊല്ലത്തേക്ക് വന്നോട്ടോ. ധനുവിന് അവിടുന്ന് ഇങ്ങോട്ടേക്ക് അത് നമ്മളാ ഫ്ലഡിന്റെ ടൈമിലൊക്കെയാണ്. ഫ്ലഡ് ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് അവിടുന്ന് ജോലി വിട്ടിട്ട് ഞാൻ കൊല്ലത്തോട്ട് മാറി. കൊല്ലത്ത് ഷോറൂമില് ജോലിയൊക്കെ. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതൊക്കെ ഇപ്പൊ ഫോട്ടോ കാണുന്നതൊക്കെ എന്റെ വീട്ടിലൊക്കെ അറിയുന്നുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര പ്രശ്നമായി. അങ്ങനെ അവസാനം എന്നെ ആ നാട്ടിൽ നിന്ന് മാറ്റാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നാൾ കോഴിക്കോടായിരുന്നു. എന്റെ ചേട്ടനൊപ്പമായിരുന്നു. എന്റെ ചേട്ടനൊപ്പം ഞാൻ പോയി നിന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു കോഴിക്കോട് പോയതിന്റെ കാരണം ധനു എന്റെ തൊട്ട് മുന്നേ അച്ഛൻ വിളിച്ച് വീട്ടിലോട്ടൊക്കെ വരികയൊക്കെ ചെയ്തു. കാരണം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രശ്നം വന്നുകൊണ്ടിരിക്കുക. അവസാനം ഞങ്ങൾ ഇതിന്ന് മാറുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്കും എന്റെ അച്ഛൻ പെട്ടെന്നൊരു ദിവസം ഇതേപോലെ എമർജൻസി ലീവൊക്കെ എടുത്ത് 10 ദിവസത്തേക്ക് നാട്ടിൽ വന്നു. ഇത് തീർക്കാൻ വേണ്ടി, പ്രശ്നം ഇവിടെ തീർക്കാൻ വേണ്ടി. കാരണം അവർക്ക് തീരെ താല്പര്യമില്ല ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അല്ലെങ്കിൽ എന്നെ ധനുവിന്റെ വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് നല്ല രീതിയിൽ അയക്കാൻ ഒരിക്കലും അവർ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അത് എങ്ങനെയെങ്കിലും ഇത് നിർത്തണം, എന്റെ മനസ്സിന് ഇഷ്ടം കളയാൻ വേണ്ടിയിട്ട് അച്ഛൻ നാട്ടിൽ വന്നിട്ട് ധനുവിന് നേരിട്ട് വീട്ടിൽ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൊല്ലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞു. അപ്പം ഞാൻ വന്നു, വീട്ടിൽ പോയി, ഞാൻ സംസാരിച്ചു, അങ്കിളിന്റെ അടുത്ത് സംസാരിച്ചു. അങ്കിൾ ഭയങ്കര കൂളാണ്. എനിക്ക് പുള്ളിനെ ഇഷ്ടവും. അതുകൊണ്ട് തന്നെയാണ് ഭയങ്കര കാമായിട്ട് എന്താണ് അവനെ കാര്യങ്ങൾ ഉള്ള രീതിയാണ് സംസാരിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സംഗീതയ്ക്ക് ആ നിമിഷം എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു അവിടെ നിന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ തലേ ദിവസമൊക്കെ ഇപ്പൊ ധനു വരുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്, അല്ലെ വൈകിട്ടാണെങ്കിൽ എന്റെ തലേ ദിവസം മുതലേ എന്നെ ഇങ്ങനെ ചെറിയ പ്രഷറുകൾ കാണുമല്ലോ വീട്ടില്. നീ അങ്ങനെ പറയരുത്, അതെ അങ്ങനെ പറഞ്ഞാൽ പല പ്രശ്നം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംഗീതയ്ക്ക് ആകെ ഒരു ഞാൻ വീട്ടിൽ വന്നു. സംഗീത കാണുമ്പോഴൊക്കെ ഭയങ്കര കരഞ്ഞ് നിലവിളിച്ച് ഉള്ള ഒരു ഫേസും ആകെ ഡള്ളായിരിക്കാണ് ഫേസ്. ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഞാനിതിപ്പോ ചിരിച്ച് പറയുന്നുണ്ടെങ്കിലും ഞാൻ കടന്നുപോയ കുറെ ഒരു പ്രശ്നങ്ങൾ ആ ടൈമില് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്കറിയാം ഇതൊക്കെ. എന്നാലും സംഗീതയ്ക്ക് ആ ടൈമില് എൻ്റെ അടുത്ത് എന്താണ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ ധനുവിൻ്റെ കൂടെ പോവാണ് എന്നൊന്നും പറയാനുള്ള
സിറ്റുവേഷനിലല്ലായിരുന്നു. അന്ന് വീട്ടിൽ അച്ഛൻ ധനുവിനെ വിളിച്ചു വരുത്തിയതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ അഭിപ്രായം പറയാം, അല്ലെങ്കിൽ നിനക്ക് അവന്റെ കൂടെ പോകാനാണോ ഇഷ്ടം, എങ്കിൽ നീ ഇപ്പൊ പോകാം, നിനക്ക് ഇപ്പൊ തന്നെ പറഞ്ഞു വിടാം എന്ന രീതിക്ക് വെച്ചിട്ടാണ് ധനുവിനെ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്നൊന്നും അങ്ങനെ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. ഒരിക്കലും എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല. ശരി, ധനു വരുന്നു, അവരേതായിട്ടുള്ള രീതിയില് എങ്ങനെയെങ്കിലും മാറ്റാൻ സംഗീതയുടെ മനസ്സ് മാറണം എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. അതിപ്പോ ഏതൊരു അച്ഛനമ്മമാരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അവരും ചെയ്തിരിക്കുന്നത്. അതെ. അപ്പൊ നമ്മൾ ഒരിക്കലും അതിനെ കുറ്റം പറയത്തില്ല. വരുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും ധനുവിന്റെ അടുത്ത് പോവാം, ധനുവിന്റെ ഒപ്പം ഞാൻ പോകാം എന്ന് എനിക്ക് പറയാം. അപ്പൊ എന്റെ അടുത്ത് സംഗീത ഞങ്ങള് സംസാരിച്ചു, ഞാനും അച്ഛനോട് സംസാരിച്ചു. സംഗീത എന്റെ ബാക്കിൽ നിൽപ്പുണ്ട്. അപ്പം കാര്യങ്ങൾ പറഞ്ഞു, സംഗീതയ്ക്ക് പറഞ്ഞു. അപ്പം എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ള റീസൺ പറഞ്ഞു. ഞാൻ അതോടെ വിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോയി. എന്താന്ന് വെച്ചാൽ ഇതിന് മെയിൻ ആയിട്ടുണ്ടായ പ്രശ്നം ഞാൻ പറയാം. ഞാൻ ശരിക്കും ധനുവിന്റെ അടുത്ത് അറ്റാച്ച് ആകാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞു, ധനു ഒരു ഫാമിലി മാനാന്ന് എനിക്ക് തോന്നി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ എന്റെ വീട്ടില് എന്റെ അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പം എനിക്കിങ്ങനെ എന്റെ ഫ്രണ്ട്സിനൊപ്പം പുറത്തുനിന്ന് പോകാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് പോകാനുള്ള ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഈ പറയുന്ന കണക്ക് ഫ്രണ്ട്സിന്റെ കല്യാണത്തിനൊക്കെ ഫ്രണ്ട്സൊപ്പം പോയിട്ടുണ്ട്, അങ്ങനെയല്ല. എന്നാൽ എനിക്ക് ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് അങ്ങോട്ടോ മോളിൽ അങ്ങനെ ഒന്നും എന്നെ പോകാനായിട്ട് അങ്ങനെ വിട്ടിട്ടില്ല. കുറച്ച് ഇതേപോലെ ഞാൻ എന്റെ അമ്മയും ഞാനും മാത്രം ആയതുകൊണ്ട് തന്നെ എന്നെ അങ്ങനെ പുറത്തൊന്നും വിടത്തില്ല. ആ സമയത്താണ് ധനു ഇതേപോലെ ഫ്രീ ആയിട്ട് നടക്കുന്നത്. അപ്പൊ ഈ കുറച്ചും കൂടി ലോകം ഞാൻ കുറ്റക്കാരനല്ല ഗൈസ്. എനിക്കിതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എന്റെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുമല്ലേ, എന്ത് നല്ലതായിരിക്കും ഇങ്ങനെയൊക്കെ പോകാൻ. കാരണം എന്റെ ചേട്ടൻ പോകുന്നുണ്ട്, പക്ഷെ അതേസമയം എനിക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഞാനിപ്പോ വീട്ടിൽ പറയാറുണ്ട് അല്ല എന്ന് പറഞ്ഞാൽ നമ്മള് സ്നേഹത്തിലായിട്ട് അങ്ങനെ പോയെന്നല്ല, പക്ഷെ ഞാൻ എന്റെ ഓരോ സംസാരത്തിൽ നമ്മൾക്ക് എനിക്ക് ആശ്വാസം കിട്ടി. അത്രമാത്രം നമ്മളങ്ങനെ പോയിട്ടൊന്നുമില്ല കേട്ടോ, ഒരിക്കലും നമ്മളങ്ങനെ പോയിട്ടില്ല. പക്ഷെ നമുക്ക് ഇതേപോലെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം പോകുന്നുണ്ടൊക്കെ പറയുമ്പോൾ എനിക്ക് കൂടുതൽ ഞാൻ ധനുവിന്റെ കൂടെ അങ്ങ് അറ്റാച്ച് ആവുകയാണ് ശരിക്കും ചെയ്തത്. അതാണ് ശരിക്കും. കാരണം സംഗീതയ്ക്ക് ചിലടത്തൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്റെ അടുത്ത് പറയാൻ പറ്റുന്നു എനിക്കിങ്ങനെയൊക്കെ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. വേണം. എന്റെ വലിയൊരു ആഗ്രഹമാണ് എനിക്ക് ഈ ലോകം ചുറ്റുക എന്നുള്ളത്. എന്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ ആ ഒരു കാര്യം എന്റെ വീട്ടിൽ പോലും നിന്നിട്ട് എനിക്ക് അടുത്ത് ബീച്ചിലോട്ടൊന്നും ഒറ്റയ്ക്ക് പോകാനോ ഒന്നും എന്നെ വിടുന്നില്ല. അപ്പൊ ആ ഒരു സമയത്ത് ധനു ഇങ്ങനെയൊക്കെ പോകുന്നതാണ് എനിക്ക് ഒരു ഭയങ്കര ആ ഒരു അറ്റാച്ച്മെന്റ് തോന്നി. അപ്പൊ ധനു വീട്ടിൽ വരുന്ന സമയത്തായാലും തലേദിവസം എന്നോട് അച്ഛൻ പറഞ്ഞു, നിനക്ക് ഫ്രീഡം തരാത്തത് കൊണ്ടാണോ നീ ഇങ്ങനെ പോയത്, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്ത് ഫ്രീഡവും നിനക്ക് തരാം, നീ അങ്ങനെ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് നീ ഇതേപോലെ വീണ്ടും അവന്റെ ഒപ്പം പോകരുത് എന്നോട് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ, എന്റെ വീട്ടിലമ്മ എനിക്ക് ഫ്രീഡം കിട്ടി. പിന്നെ എനിക്ക് ആ തലേദിവസം ഉണ്ടായ ഒരു ഇമോഷണലി ഉണ്ടായ കുറെ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് ഞാൻ ധനുവിനൊപ്പം ഞാൻ പോകുന്നില്ല എന്ന് തന്നെ ധനു ധനുവും ധനുവിന്റെ ചേച്ചിയും കൂടെ ആയിരുന്നു വീട്ടിലൊന്നും ഉണ്ടായിരുന്നത്, അച്ഛനോട് നേരിട്ട് സംസാരിക്കാനായിട്ട്. അപ്പോൾ അത് ശരിക്കും അധികം ആൾക്കാർക്കൊന്നും അറിയത്തില്ല ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഫ്രീഡം ഒക്കെ തരാം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറയും ഓക്കെ, എന്നാൽ എനിക്ക് എന്റെ ഫ്രീഡം തന്നാൽ മതി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ധനു അവിടെ എല്ലാവരുടെ നമ്പീസിനോട് ചോദിച്ചു, എനിക്ക് എൻ്റെ കൂടെ വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചെങ്കിൽ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഫ്രീഡം എൻ്റെ അച്ഛൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാണെന്നുണ്ടെങ്കിൽ എനിക്കത് മതി. പക്ഷെ ആ സമയത്തും എനിക്ക് ധനു ഓക്കെ ആ ഒരൊറ്റ ഡയലോഗ് ധനു അവിടെ നിന്ന് പോവാണ്, ധനു ചേച്ചി അവിടെ നിന്ന് പോവാണ്.